എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ പൊതുവേ കടയിൽ നിന്നൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിക്കാറില്ലേ, അതേ ടേസ്റ്റും ടെക്സ്ചറോട് കൂടെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ദിവസം വരെക്കും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എടുക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്ര ബിസ്ക്കറ്റ് വേണം അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് മൈദപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അളവാണ്. അപ്പോൾ ഏത് കപ്പിൽ നമ്മൾ മൈദപ്പൊടി അളക്കുന്ന അതേ കപ്പിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് അളക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തതിന് 1/4 കപ്പാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/4 കപ്പ് എന്നുള്ള അളവ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത പഞ്ചസാര നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നെയ്യാണ്. സെയിം കപ്പിൻ്റെ അളവിൽ 1/2 കപ്പാണ് നെയ്യ് എടുക്കേണ്ടത്. നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷമുള്ള അളവാണ് പറയുന്നത് 1/2 കപ്പ്. അപ്പോൾ നമ്മളെടുത്ത 1/2 കപ്പ് നെയ്യിന്ന് പകുതി ഞാൻ ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യും പഞ്ചസാരയും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ ഓയിലും ചെയ്തെടുക്കുക. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും ആ ഫ്ലേവറെല്ലാം കുറച്ച് വ്യത്യാസമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് 2 മിനിറ്റ് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വേറെ ഇഷ്ടമില്ല ഫ്ലേവർ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സാധാരണ ഏലക്കായ് പൊടി ചേർത്തിട്ടും ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് ഫുള്ളായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് നമ്മളിങ്ങനെ പ്രഷർ കൊടുത്ത് അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതുപോലെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ. ബാക്കിയുള്ള നെയ്യ് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നെയ്യും ഒന്നിച്ച് ചേർക്കാൻ പാടില്ല, കുറച്ചായിട്ടാണ് ചേർക്കേണ്ടത്. മാവ് കുറച്ചൊന്ന് കട്ടിയായി കിട്ടുന്ന വിധത്തിൽ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വീണ്ടും കുറച്ചായിട്ട് നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മാവ് നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ മാവൊന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ മതി. ഒട്ടും ക്രാക്കൊന്നും വരാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു അളവാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലാറ്റ് ആക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് വെക്കുന്ന സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഓരോ ബിസ്ക്കറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് വെച്ച് കൊടുത്തിന്. പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് 140 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് ടൈമിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അവൻ്റെ ആ ഒരു മിഡിൽ റേക്കിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. മേലെയും താഴെയും നല്ല രീതിയിൽ ഹീറ്റ് വരുന്ന വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിതൊരു 25 മിനിറ്റിന് ശേഷം എടുത്തിന്. ലൈറ്റായിട്ടൊരു മേലെയെല്ലാം ക്രാക്ക് വരുന്ന പോലെ തോന്നും, ആ സമയത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ചൂടോടുകൂടെ തന്നെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. നന്നായിട്ട് ചൂടെല്ലാം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതെടുക്കാൻ. അപ്പോൾ അടിഭാഗവും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ബോക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും, ഒട്ടും വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗവും എല്ലാം അതേ ടേസ്റ്റും ടെക്സ്ചറും തന്നെയായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉൾഭാഗവും മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെയായിരിക്കും. കഴിക്കാനും അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ആ ഒരു മെഷർമെൻറ്റെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്